2025 ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ നമുക്ക് കാണാം, ഒരു ഓൾ ഇന്ത്യ റാങ്ക് 4000, 5000 ഒക്കെ ഉണ്ടെങ്കിലാണ് എയിംസിൻ്റെ ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കുക. ഇന്ത്യയിൽ മൊത്തം ഇപ്പോൾ സീറ്റ് വർധനവും കൂടി വന്നപ്പോഴേക്ക് ഏതാണ്ട് 1,37,000 MBBS സീറ്റുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് ഈ മുഴുവൻ സീറ്റുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി, അർഹതയില്ല. കേരളത്തിൻ്റെ കോളേജുകളിലൊരു പ്രവേശനം കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും നീറ്റ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും, കേരളീയരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുകയും ആവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഫെബ്രുവരിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന സ്കോളർഷിപ്പ്, BPL വിഭാഗത്തിന് പറയുന്ന സ്കോളർഷിപ്പ് ആ രീതിയിലാണ് നടപ്പിലാക്കുന്നതെങ്കിൽ പാവപ്പെട്ടവർക്ക്, BPL വിഭാഗത്തിന് അത് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്നതിൽ 27,332 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിക്കാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ജനറൽ വിഭാഗത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയത്. കാരണം ഇപ്പോൾ NRI സീറ്റിനുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ എയിംസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നീറ്റാണ് എക്സാം എഴുതേണ്ടത്. അതിനു മുമ്പ് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഒരു എയിംസിൻ്റെ കോളേജിലും നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട, ഒരു സംസ്ഥാനത്തിൻ്റെയും വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് ഏറ്റവും ഉയർന്ന മാർക്കുണ്ടായിരിക്കണം. തമിഴ്നാട്ടിൽ 35 ഗവൺമെൻറ് കോളേജുകളുണ്ട്. അവിടുത്തെ 15% സീറ്റുകൾക്ക് മാത്രമേ നമുക്ക് അർഹതയുള്ളൂ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 165ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ. ശിവൻ സാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രേ വേക്കൻസിയുടെ 4ാമത്തെ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. രണ്ടിൻ്റെ നീറ്റ് 2025 മുഴുവൻ സാധ്യതകളും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും കേരള അലോട്ട്മെൻറ്റും ഒക്കെ 4ാം ഘട്ട അലോട്ട്മെൻറ്റിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒത്തിരി താമസിച്ചു പോയി എന്നറിയുക. മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ മെയ് 4-ാം തീയതി നടന്ന എക്സാം ഇന്ന് നവംബർ 15-ാം തീയതി ആകുമ്പോഴേക്കുമാണ് കേരള അലോട്ട്മെൻറ്റും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും ഒക്കെ 4ാം ഘട്ടം ഫില്ലാകുന്നത്. മുൻ വർഷങ്ങളിലേക്കായാലും സീറ്റ് വർധനമൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും മുൻ വർഷങ്ങളിലേക്കായാലും ലാസ്റ്റ് റാങ്കിലൊക്കെ അതിനേക്കാളൊക്കെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു സന്തോഷം. അലോട്ട്മെൻറ്റ് താമസിച്ചു പോയി എന്നുള്ള പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഒരു കുട്ടിക്ക് കൂടുതൽ ഒരു ഗവൺമെൻറ് മേഖലയിലോട്ട് അവൻ ആഗ്രഹിച്ച ഒരു സീറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ ചാരിതാർത്ഥ്യം. അപ്പോൾ ആ രീതിയിൽ നീറ്റ് 2025 ഏറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2026 ഏതാണ്ട് യാത്ര പകുതിയിലേറെ നമ്മൾ പിന്നിട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം 2026 ഫോക്കസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ടും 3 വർഷത്തെ ഒരു കൃത്യമായൊരു പഠന രീതി, അല്ലേ, എക്സാമിൻ്റെ ഒരു വ്യത്യസ്തമായ 3 ഭാവങ്ങൾ. 2023 ഒരു മോഡറേറ്റ് ലെവൽ എക്സാം 600-610 മാർക്ക് കട്ട് ഓഫ് വരുന്നു. 2024 ഏറ്റവും സിമ്പിളായിട്ട് വരുന്നു, 651 മാർക്ക് കട്ട് ഓഫ് വരുന്നു. 2025 ഏറ്റവും ടഫായിട്ട് വരുന്നു, 525 മാർക്ക് കട്ട് ഓഫായിട്ട് വരുന്നു. അപ്പോൾ ഇനി ഒരു 526 ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ടൊരു അതിൻ്റെ സമയം, അതിനെങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സുപരിചിതമായിരിക്കും. അതും നമുക്ക് ഏറെ സന്തോഷം നൽകുന്നു, അല്ലേ. ഇനി 2025 അപ്പുറത്തൊരു നീറ്റ് ടഫാകാനായിട്ടില്ല. അപ്പോൾ ഏത് ലെവലിൽ വന്നു കഴിഞ്ഞാലും അതനുസരിച്ച് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതും ഇത്രയധികം സീറ്റുകളും ഒക്കെ 2026 ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വിദ്യാർത്ഥികൾക്ക് സഹായിക്കും. സാർ, ഇപ്പോൾ 2025 ഈ ഒരു നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സൊക്കെ അവസാനിച്ച ഈ ഒരു സമയത്ത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുക ഒരു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു ക്വിക്ക് അനാലിസിസ് ആണ്. അപ്പോൾ ശിവൻ സാറിന് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. കാരണം ശിവൻ സാർ കൃത്യമായിട്ട് ഓരോ അപ്ഡേഷൻസും നോക്കി അതിന് കൃത്യമായി പേരൻസിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താണ്. എങ്കിലും ഒന്ന് ഒരിക്കൽ കൂടിയാണ് നമുക്ക് ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. 2025 ഫെബ്രുവരി 1-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ വന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നത്. നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏതാണ്ട് 1 മാസക്കാലത്തോളം നീറ്റിൻ്റെ ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷം കർണാടക ആപ്ലിക്കേഷൻ, കർണാടകത്തിൻ്റെ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സെൻറ്റ് ജോൺസ് ഉൾപ്പെടെയുള്ള കർണാടകത്തിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫെബ്രുവരിയിൽ തന്നെ ആരംഭിച്ചു. അതായത് ഇതിപ്പോൾ നമുക്ക് നവംബർ തീരാൻ പോകുന്നു. അപ്പോൾ കർണാടകത്തിൽ ഒരു പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരിയിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി ഏതാണ്ട് 20-ാം തീയതിയോടുകൂടി കേരള മെഡിക്കൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു.
കേരളത്തിലെ എഞ്ചിനീയറിംഗും മെഡിക്കലും ബിഫാമും ഒക്കെ ഉൾപ്പെടുന്ന കീം 2025 ആപ്ലിക്കേഷനും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ആരംഭിച്ചു. അതോടെ CMC വെല്ലൂരിൻ്റെ ആപ്ലിക്കേഷൻ മാർച്ച് മാസത്തിൽ തന്നെ തുടങ്ങിയായിരുന്നു. പിന്നെ കേരള എഞ്ചിനീയറിംഗ് എക്സാമും വിവിധ എക്സാമുകളും ഒക്കെ ആയിരുന്നു. മെയ് 4 നീറ്റ് എക്സാം കഴിഞ്ഞു. പിന്നീടാണ് ഏതാണ്ട് ജൂൺ 10 നീറ്റിൻ്റെ റാങ്ക് വരുന്നത്. പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആദ്യ 2 ഘട്ടങ്ങൾ കൃത്യമായിട്ട് ഏകദേശം കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം സീറ്റ് വർധനവിനെ സംബന്ധിച്ച് ആദ്യം വർദ്ധിപ്പിച്ച സീറ്റുകൾ റദ്ദാക്കുകയും പിന്നീട് സുപ്രീം കോടതിയും നാഷണൽ മെഡിക്കൽ കമ്മീഷനും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ഇടപെടലിലൂടെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ 10,000-ഓളം സീറ്റുകളുടെ വർധനവ് വരുത്തിക്കൊണ്ട് 3-ാം ഘട്ടം അല്പം താമസിച്ചു തുടങ്ങി. 4-ാം ഘട്ടം ഇപ്പോൾ നവംബർ 15 ആയപ്പോഴേക്കും ഓൾ ഇന്ത്യ തലത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീറ്റ് എക്സാം മെയ് 4 കഴിഞ്ഞ തവണ വന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങൾ, നമ്മൾ എവിടെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, എത്ര രൂപയൊക്കെ ആകും നമ്മളുടെ ഫീസ്, NRI സീറ്റ് പോലുള്ളതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ESI പോലെയുള്ളതിന് നമുക്ക് എങ്ങനെയാണ് സീറ്റ് എടുക്കാൻ സാധിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ബോധവാന്മാരാകേണ്ടത് കൂടിയുണ്ട്. നീറ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ എക്സാം ആണെങ്കിൽ പോലും ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ, ആ ഒരു റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ വിവിധ തലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് നാം വിവിധ വെബ്സൈറ്റുകൾ വഴി അപ്ലൈ ചെയ്യേണ്ടതും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നേരത്തെ തയ്യാറാക്കേണ്ടതുമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെപ്പോലുള്ളവർ സാധാരണ ചർച്ച ചെയ്യാറുള്ളത്. അത് ഓരോ മേഖലയിലെക്കുറിച്ചും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അപേക്ഷയെക്കുറിച്ചും വിവിധ കാറ്റഗറികളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു അവബോധം നേരത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് ഓരോ വിഭാഗത്തിലും എത്ര മാർക്ക് അല്ലെങ്കിൽ എത്ര റാങ്ക് വരെയുള്ളവർക്ക് 2025 പ്രവേശനം കിട്ടിയെന്നറിയുന്നത്, അവിടുത്തെ ഫീസ് എത്രയായിരുന്നു എന്നറിയുന്നതും ആ മുന്നൊരുക്കത്തിൻ്റെ ഒരു ആദ്യ ഘട്ടം തന്നെയാണ് അല്ലേ. 2025 ഓരോ വിഭാഗത്തിനും ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖല, മൈനോറിറ്റി മേഖല, NRI മേഖല, സ്പോർട്സ്, അതുപോലെ തന്നെ പലതരം കാറ്റഗറികൾ, പല സംസ്ഥാനങ്ങളുടെ അഡ്മിഷനൊക്കെ എവിടെ വരെ കിട്ടി, അവിടേക്ക് എത്ര രൂപയായി ഫീസ്, ഏത് മാർക്ക് വരെയുള്ളവർക്ക് കിട്ടിയെന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. അത് ആണ് നമുക്ക് കൂടുതലായിട്ട് ഇന്ന് രക്ഷിതാക്കൾക്കായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്. സാർ, ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഈ ഒരു അവസാന സ്ട്രേ വേക്കൻസിയും പബ്ലിഷ് ചെയ്യുകയാണ് കേരളത്തിൻ്റെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ കാറ്റഗറി വൈസുള്ള വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ഇന്നലെ 2 സ്ട്രേ വേക്കൻസി അലോട്ട്മെൻ്റ് ആണ് വന്നത്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ടയും മറ്റൊന്ന് കേരള അലോട്ട്മെൻറ്റും. അപ്പോൾ ആദ്യം നമ്മളെ കേൾക്കുന്ന, ഈ വർഷം ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന ആദ്യമായിട്ട് നമ്മളെ കേൾക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്, നീറ്റ് എക്സാം മെയ് 3 2026 എക്സാം മെയ് 3 അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിവിധ വെബ്സൈറ്റുകൾ വഴിയാണ് നമ്മളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള പ്രവേശനത്തിന് വേണ്ടി നമ്മൾ ഓപ്ഷനുകൾ കൊടുക്കുന്നത്. അതിൽ കേരളമല്ലാതെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് മേഖലകളിലെ സീറ്റിന് വേണ്ടിയിട്ടും, എന്ന് പറഞ്ഞാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ 15% ഗവൺമെൻറ് സീറ്റുകൾക്ക് വേണ്ടിയിട്ടും, എയിംസ് പോലെയുള്ള, ജിപ്മർ പോലെയുള്ള, AFMC പോലെയുള്ള, ESI IP വാർഡ് പോലെയുള്ള ഡീംഡ് കോളേജുകൾ പോലെയുള്ളതിനൊക്കെ നമ്മൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു പ്രവേശന ഘട്ടം MCC.nic.in എന്ന് പറയുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനെയാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമുക്ക് കേരളത്തിലുള്ളൊരു വിദ്യാർത്ഥിക്ക് മറ്റുള്ളൊരു സംസ്ഥാനത്തിലെ ഗവൺമെൻറ് സീറ്റുകൾ കിട്ടുകയുള്ളൂ. എയിംസിൽ ചേരാൻ സാധിക്കുകയുള്ളൂ, ജിപ്മറിൽ ചേരാൻ സാധിക്കുകയുള്ളൂ, AFMCയിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. അച്ഛനും അമ്മയോ പ്രൈവറ്റ് മേഖലയൊക്കെ ജോലിയാണെങ്കിൽ ESI ഉണ്ടെങ്കിൽ ESI IP വാർഡ് വെച്ച് ചേരാൻ സാധിക്കുകയുള്ളൂ. അല്പം മാർക്ക് കുറഞ്ഞാൽ പോലും ഡീംഡ് മേഖലയിലുള്ള കോളേജുകളിലൊക്കെ നമുക്ക് ചേരണമെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനെയാണ് വിദ്യാർത്ഥികൾ സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം 14 സ്ട്രേ വേക്കൻസി പ്രൊവിഷണൽ വന്നതും ഇന്നലെ ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നതും. നീറ്റ് 2025 നമുക്കറിയാം ഏറ്റവും ടഫായിരുന്നു, നമ്മൾ പറഞ്ഞു. 27,332 ഓൾ ഇന്ത്യ റാങ്ക്, അതായത് 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്നതിൽ 27,332 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിക്കാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ജനറൽ വിഭാഗത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയത്. അന്ന് പറഞ്ഞാൽ 525 മാർക്ക്, 526 മാർക്ക് മൊത്തം ഉണ്ടായിരുന്നു. 525 മാർക്കുള്ള കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. 525 എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഒരു 1-2% പേർക്ക് മാത്രമേ 525 എത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് 526 തന്നെ വേണമെങ്കിൽ കട്ട് ഓഫ് ആയിട്ട് പറയാം മാർക്ക് എന്ന് പറയുന്നത്. റാങ്ക് 27,332 ജനറൽ വിഭാഗത്തിന് ഗവൺമെൻറ് മേഖലയിൽ കിട്ടിയിരിക്കുന്ന സീറ്റ്.
അത് OBC വിഭാഗമാകുമ്പോഴേക്കും, അതായത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെടുക്കുമ്പോഴേക്കും ഈഴവയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ലാറ്റിൻ കാത്തലിക്സ് ആണെങ്കിലും ബാക്ക്വേർഡ് ഹിന്ദു ഒക്കെ ആണെങ്കിലും അവിടെ ജാതി തിരിച്ചല്ല, അവിടെ നോൺ ക്രിമിലെയർ കിട്ടുന്ന OBC വിഭാഗത്തിനെ എല്ലാം 27% ഒരുമിച്ചാണ് സംവരണം കൊടുക്കുന്നത്. അങ്ങനെ OBC വിഭാഗത്തിൻ്റെ ക്രൈറ്റീരിയ വന്നപ്പോഴും ഏതാണ്ട് അതേ മാർക്ക് 27,300 526 മാർക്കിനാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. ഇനി EWS കാറ്റഗറി, തഹസീൽദാരിലെ EWS, നമ്മൾ നീറ്റിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ EWS കാറ്റഗറി വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയും തഹസീൽദാരിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയവർക്ക് ഏതാണ്ട് 30,000 ഓൾ ഇന്ത്യ റാങ്ക്, ഏതാണ്ട് ഇതേ മാർക്കൊക്കെ തന്നെ 524 മാർക്കൊക്കെയാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയത്. അതാണ് മെയിനായിട്ടുള്ളൊരു ടാർഗറ്റ്. ഇനി SC ST വിഭാഗം വരുമ്പോഴേക്കും ഏതാണ്ട് 1.5 ലക്ഷം ഓൾ ഇന്ത്യ റാങ്കിനാണ് ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയിരിക്കുന്നത്. BDSലോട്ട് വരുമ്പോഴേക്കും ഇതുപോലെ തന്നെ MBBS പോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള 15% ഗവൺമെൻറ് മേഖലയിലെ സീറ്റുകളാണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. പിന്നെ എയിംസിൽ ജിപ്മറിലൊന്നും BDS ഇല്ല. പിന്നെ ഉള്ളത് ഡീംഡ് കോളേജുകളിലുണ്ട്, ESI കോളേജുകളിലുണ്ട്. അതിൽ ഗവൺമെൻറ് മേഖലയിൽ എവിടെയെങ്കിലും ഒരു BDS സീറ്റ് കിട്ടിയത് ഏതാണ്ട് 65,000-70,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയാണ് ഈ ലാസ്റ്റ് സ്ട്രൈയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ നമുക്ക് കേരളത്തിന് പുറത്ത് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യത. അത് കൂടുതൽ ഊന്നി പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലരുടെയെങ്കിലും ഒരു ധാരണയുണ്ട് അല്പം മാർക്ക് കുറഞ്ഞാലും കേരളത്തിന് പുറത്തുള്ള മറ്റുള്ളൊരു സംസ്ഥാനത്ത്, ദൂരെയാണെങ്കിൽ പോലും നോർത്തിലാണെങ്കിൽ പോലും ഒരു ഗവൺമെൻറ് സീറ്റ് എടുത്തോളാം, മാർക്ക് തീരെ കുറവായിരിക്കാം, അങ്ങനെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെ അതല്ല. നമുക്ക് കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ളൂ, അവൻ ആകപ്പാടെ അർഹതയുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ 15% ഗവൺമെൻറ് സീറ്റുകൾക്ക് മാത്രമേ അർഹതയുള്ളൂ. അത് ഏതാണ്ട് ഈ 22 ലക്ഷം പേര് എഴുതുന്നതിൽ 27,000 റാങ്കെങ്കിലും വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ഗവൺമെൻറ് MBBS സീറ്റിനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷം അത് 25,400 ആയിരുന്നു, 25,400 റാങ്കാണ്. അപ്പം 2026 ഏതാണ്ട് പകുതി ഭാഗത്തോളം എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ, ടോപ്പിക് വൈസ്. ഇനിയുള്ള 6 മാസക്കാലം ഏറ്റവും നന്നായിട്ട് പഠിച്ച പാഠങ്ങളെ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ 2026 നമ്മൾ ഈ പറഞ്ഞൊരു ടാർഗറ്റിലോട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സാർ, ഇപ്പോൾ ബെർലിനിലുള്ള വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും MBBS ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും അവരുടെ മനസ്സിലേക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ളൊരു പേരാണ് എയിംസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം അതിവേഗമാണ് നമ്മളുടെ കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിനൊപ്പം നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രൊഫഷണൽ കോളേജുകളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേർന്ന് പഠിച്ച് ഏറ്റവും ഒരു പ്രയോർ ഗ്രൂപ്പിൻ്റെ കൂടെ അവനെ ഒന്ന് മോൾഡ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ മാറ്റത്തിനനുസരിച്ച് നമുക്കും ഒഴുകി പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ മെഡിക്കൽ വിഭാഗത്തിൽ ഏറ്റവും ഊന്നി പറയേണ്ടത് തന്നെയാണ് 20 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. എയിംസ് ഡൽഹി അടക്കം 20 കോളേജുകളും 2,100 MBBS സീറ്റുകളാണ് എയിംസിലുള്ളത്. കേവലം 3,000-3,500 രൂപ മാത്രമേ ഉള്ളൂ വാർഷിക ഫീസ്. പക്ഷേ മെഡിക്കൽ പഠനത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ് എയിംസ് വിഭാവനം ചെയ്യുന്നത്. ഒരു ഡോക്ടർ എന്നുള്ളതിനൊക്കെ അപ്പുറത്തൊരു വ്യക്തിത്വ വികസനത്തിനും നല്ല കാഴ്ചപ്പാടുകൾക്കും ഹയർ പ്രയോറിറ്റി, അതിൽ അടുത്ത PG ലെവലിലോട്ടൊക്കെ എന്തിലോട്ട് പോകണം എന്നൊക്കെ ഉള്ളതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന സംവിധാനമാണ് എയിംസിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്ക് അത് അത്രത്തോളം ഇപ്പോഴും ബോധ്യമായിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം വളരെയധികം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം വേണമെങ്കിൽ എയിംസിൻ്റെ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നേടാമെങ്കിൽ പോലും അവരിപ്പോഴും അങ്ങനെ കടന്നു ചെല്ലാറില്ല. കാരണം ഇപ്പോഴും അവർക്ക് കേരളത്തിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. പക്ഷേ ഏറ്റവും ഹയർ റാങ്കുള്ള വിദ്യാർത്ഥികൾ ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത് 2025 എയിംസ് തന്നെ ആയിരുന്നു നമുക്ക് നിസ്സംശയം കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എത്രത്തോളം വർഷങ്ങളിലോ 1956 എയിംസ് ഡൽഹി തുടങ്ങി, അത് കഴിഞ്ഞ് 2012 ആയപ്പോഴേക്കും എയിംസിൻ്റെ ബാക്കിയുള്ള 6 ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, 2018 ആയപ്പോഴേക്കും എയിംസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും തുടങ്ങി. നിർഭാഗ്യവശാൽ കേരളത്തിലായിട്ടില്ല. എങ്കിൽ പോലും
ഓൾ ഇന്ത്യ തലത്തിൽ ഈ 20 ലക്ഷം പേര് എഴുതുന്ന വിദ്യാർത്ഥികളുടെ എല്ലാം മുന്തിയ പരിഗണന ഇപ്പോഴും എയിംസിൽ തന്നെയാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാർ ഇപ്പോൾ സാറ് പറഞ്ഞു എയിംസ് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും 100%. അവിടുത്തെ പഠന രീതിയും പഠന നിലവാരവും ആ ക്യാമ്പസും കരിക്കുലവും മറ്റുള്ള ഫാക്കൽറ്റികളിൽ നിന്ന് കിട്ടുന്ന അവരുടെ ഒരു എക്സ്പീരിയൻസ്, എന്തിലോട്ടാണ് നമ്മൾ പോകേണ്ടതെന്ന് കിട്ടുന്ന ഒരു അനുഭവ പരിചയം, അത് നമുക്ക് വിലമതിക്കാനാവില്ല ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം. ഓക്കെ. അപ്പോൾ സാർ 2 ചോദ്യം. ഒന്ന്, എയിംസ് ഡൽഹിയിലേക്ക് എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ എയിംസുകളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? അതുപോലെ തന്നെ 2025 നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എയിംസിൻ്റെ സാധ്യതകൾ എത്രത്തോളമായിരുന്നു? ഇപ്പോൾ ഒരു എയിംസ് ആണ് നമ്മൾ പ്രവേശനം നേടുന്നതെങ്കിൽ നമുക്കറിയാം നീറ്റാണ് എക്സാം. എയിംസിൻ്റെ 100% സീറ്റുകളും നീറ്റിൻ്റെ റാങ്ക് വെച്ച് മാത്രമേ കിട്ടുകയുള്ളൂ. മറ്റുള്ള കോളേജുകളുടെ ഒക്കെ നമ്മൾ പറയുമ്പം ആ സ്റ്റേറ്റ് കോട്ട എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എയിംസിന് ഏത് സംസ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു പ്രയോറിറ്റിയും ഇല്ല. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു എയിംസ് ഉണ്ടെങ്കിൽ അത് തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല, ബംഗാളിലും ബീഹാറിലും രാജസ്ഥാനിലും ഒക്കെ എയിംസ് ഉണ്ട്. അവിടെയുള്ളത് ആ കുട്ടികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഡൊമിസിൽ ഫ്രീ ആണ്. അതുതന്നെ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയല്ലേ. തീർച്ചയായും. കാരണം ഇന്ത്യയിലുള്ള എല്ലാ മേഖലയിലുമുള്ള ടോപ്പേഴ്സ് ഒരുമിച്ച് കൂടുന്ന ഒരു ക്യാമ്പസ്, അത് നമുക്ക് സ്വപ്നം കാണുന്നില്ല. എന്താണ് തെറ്റ്? അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഹൈ പ്രൊഫൈൽ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ എയിംസിലാണ് നമുക്ക് പ്രവേശനം നേടേണ്ടതെങ്കിൽ സംശയമില്ല, നീറ്റ് തന്നെയാണ് എഴുതേണ്ടത്. അതിലേറ്റവും ടോപ്പായിട്ട് വരികയും ചെയ്യണം. 20 എയിംസിൽ 2100 സീറ്റുകളാണുള്ളതുണ്ടെങ്കിൽ 2025 ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ നമുക്ക് കാണാം ഒരു ഓൾ ഇന്ത്യ റാങ്ക് 4000, 5000 ഒക്കെ ഉണ്ടെങ്കിലാണ് എയിംസിൻ്റെ ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കുക. എയിംസ് ഡൽഹിയിൽ നമുക്കറിയാം ആദ്യത്തെ 50 റാങ്ക് ഇത്തവണത്തെയും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 50 റാങ്കുകാർക്ക് മറ്റൊരു സംശയമില്ല, എയിംസ് ഡൽഹി. അത് കഴിഞ്ഞിട്ട് മാത്രമേ അവരുടെ ഓപ്ഷനുകൾ മാറുന്നുള്ളൂ. അത് വർഷങ്ങളായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളുടെ സംബന്ധിച്ചോളം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അവർ കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പിന്നെ താഴോട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 4000, 5000 വരെ ഉള്ളവർക്കറിയാം അതാത് സംസ്ഥാനങ്ങളിൽ അവർക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജ് കിട്ടുമായിരുന്നു. എങ്കിൽ പോലും എയിംസിൻ്റെ മറ്റുള്ള കോളേജുകൾ ഭുവനേശ്വറും ഭോപ്പാലും റായ്പൂരും ഋഷികേശും പാറ്റ്നയും ഒക്കെയാണ് കുട്ടികൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഒരു എയിംസ് ഏത് സ്റ്റേറ്റിലിരിക്കുന്നു എന്നുള്ളത് പരിഗണിക്കാതെ ഡൊമിസിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് MCCയുടെ വെബ്സൈറ്റ് വഴി പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ് എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പോൾ എയിംസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നീറ്റാണ് എക്സാം എഴുതേണ്ടത്. അതിനു മുമ്പ് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഒരു എയിംസിൻ്റെ കോളേജിലും നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട, ഒരു സംസ്ഥാനത്തിൻ്റെയും വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട. നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് ഏറ്റവും ഉയർന്ന മാർക്കുണ്ടായിരിക്കണം, ഏറ്റവും ടോപ്പായിട്ടുള്ള റാങ്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയിൽ മാത്രമേ നമുക്ക് ആ ക്യാമ്പസിലോട്ട് പ്രവേശനം കിട്ടുകയുള്ളൂ. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലൂടെയാണ് എയിംസ് ഡൽഹി അടക്കമുള്ള 20 കോളേജുകളിലേക്ക് നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് 2 ആപ്ലിക്കേഷൻ മതി. ഒന്ന് നീറ്റിന് അപ്ലൈ ചെയ്യുന്നു, നീറ്റിൻ്റെ റാങ്ക് വന്നു കഴിയുമ്പോൾ നമ്മളെ പ്രയോറിറ്റി ഓപ്ഷൻസ് MCCയുടെ സൈറ്റ് വഴി കൊടുത്താണ്. ഏറ്റവും ഫീസ് നിരക്കും കുറവാണ്. ഞാൻ ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞു. എല്ലാ കോളേജിലും 5000 രൂപയിൽ താഴെ മാത്രമേ ഫീസുള്ളൂ. ഹോസ്റ്റൽ ഫീസ് 500 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സിംഗിൾ റൂമാണ്, സിംഗിൾ AC റൂമുകളാണ്. അപ്പോൾ അത്രത്തോളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് പ്രവേശനം നോക്കുന്നതെങ്കിൽ 2026 ഒരു ഹൈ റാങ്കിൽ എത്തിച്ചേരാനായിട്ട് ഇനിയും 6 മാസക്കാലം തങ്ങളുടെ കഴിവിനനുസരിച്ച് ഏറ്റവും മികച്ചൊരു പരിശീലന പദ്ധതി തയ്യാറാക്കുക, അല്ലേ? 6 മാസക്കാലം ഇപ്പോൾ കഴിഞ്ഞു, അല്ലെങ്കിൽ 5 മാസക്കാലം നിങ്ങൾ പഠിത്തം കഴിഞ്ഞു. ഇനി ഏത് രീതിയിൽ അവനവനെ മോൾഡ് ചെയ്തെടുക്കണം, അവനവൻ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ വെച്ച് മനസ്സിലാക്കി പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും ഏതൊരു വിദ്യാർത്ഥിക്കും നടപ്പാക്കാൻ സാധിക്കും. സാർ, അതുപോലെ തന്നെ ഈ ഒരു എയിംസിലൊക്കെ റിസർവേഷൻ്റെ സാധ്യത ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന റിസർവേഷൻസ് നീറ്റ് 2026 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ കാറ്റഗറിക്ക് അനുസരിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ റിസർവേഷൻ എയിംസിലും ഉണ്ട്. അതായത് മെറിറ്റ് സീറ്റുകൾ
OBC സീറ്റുകൾ 27%, EW സീറ്റുകൾ 10%, SC ST 10%, PWD ഭിന്നശേഷി വിഭാഗത്തിന് ഹൊറിസോണ്ടൽ ഓരോ കാറ്റഗറിയുടെയും 5% റിസർവേഷൻ. അങ്ങനെ തന്നെയാണ് എയിംസിലും പ്രവേശനം കിട്ടുന്നത്. സാർ അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ NRI സീറ്റ് അല്ലെങ്കിൽ ഫീസ് കുറച്ചുകൂടി കൂടുതൽ കൊടുത്ത് പഠിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ? എയിംസ് ഡൽഹിയിൽ മാത്രം 7 ഫോറിൻ നാഷണൽസിന് സീറ്റുണ്ട്. അത് OC കാർഡ് ഹോൾഡറോ അല്ലെങ്കിൽ ഫോറിൻ നാഷണൽസിനായിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകളാണത്. അതല്ലാതെ 2020 വരെ എയിംസ് ഡൽഹിയിലൊക്കെ NRI സീറ്റുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതുമില്ല. എയിംസിൽ മെറിറ്റ് ഈ പറയുന്ന എയിംസിൻ്റെ റാങ്ക് വെച്ച് കിട്ടുന്ന ഗവൺമെൻറ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. സ്പോർട്സ് റിസർവേഷനോ NRIs റിസർവേഷനോ മൈനോറിറ്റി റിസർവേഷനോ ഒന്നുമില്ല. മെറിറ്റ് OBC, EWS, SC, ST, PWD ഈ കാറ്റഗറി അനുസരിച്ച് മാത്രമേ എയിംസിൻ്റെ കോളേജിൽ നമുക്ക് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. സാർ ഇപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ അഡ്മിഷനിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പോകാം. നമ്മുടെ ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ നമ്മൾ ഈ ലാസ്റ്റ് സ്ട്രേ വേക്കൻസി വന്നപ്പോഴും 27,000 വന്ന് നിൽക്കുന്നു. ഇപ്പോൾ എത്രത്തോളം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ മൊത്തം? ഇപ്പോൾ സീറ്റ് വർധനവും കൂടി വന്നപ്പോഴേക്ക് ഏതാണ്ട് 1,37,000 MBBS സീറ്റുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് ഈ മുഴുവൻ സീറ്റുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി അർഹതയില്ല. നമ്മളിപ്പോൾ പറഞ്ഞു, എയിംസ് പോലെ ജിപ്മർ പോലെ അല്ലെങ്കിൽ 100% സീറ്റുകൾ കിട്ടുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള അല്ലെ ഡീംഡ് കോളേജുകൾ പോലെ 59 ഡീംഡ് കോളേജുകളുണ്ട്. അവിടെയും 100% സീറ്റുകൾ കിട്ടും. അതല്ലാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗവൺമെൻറ് കോളേജുകളുടെയും സ്വകാര്യ കോളേജുകളുടെയും ആ സംസ്ഥാനത്തിൻ്റെ 100% സീറ്റ് കിട്ടും. മറ്റുള്ള സംസ്ഥാനങ്ങളുടെ 15% സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ 14 ഗവൺമെൻറ് കോളേജുകൾ കുഹാസിൻ്റെ കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുണ്ട്. 21 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ കുഹാസിൻ്റെ കീഴിലുണ്ട്. ഈ 35 കോളേജുകളിലും നമ്മുടെ കേരളീയർക്ക് 100% സീറ്റ് കിട്ടും. 85% കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടും 15% ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും. തമിഴ്നാട്ടിൽ 35 ഗവൺമെൻറ് കോളേജുകളുണ്ട്. അവിടുത്തെ 15% സീറ്റുകൾക്ക് മാത്രമേ നമുക്ക് അർഹതയുള്ളൂ. അപ്പം 1,37,000 സീറ്റുകൾ, അതിനകത്ത് ഏതാണ്ട് 55,000 മുകളിൽ ഗവൺമെൻറ് സീറ്റുകളും ഉണ്ട്. 1,37,000 എന്ന് പറയുന്നത് സെൽഫും ഡീംഡും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. അതിൽ 55,000 മുകളിൽ ഗവൺമെൻറ് സീറ്റുകളുണ്ട്. എങ്കിൽ പോലും ഒരു വിദ്യാർത്ഥിക്ക് അത്രയും സീറ്റുകൾക്ക് അർഹതയില്ല. കേരളത്തിൽ അർഹതയുള്ള ഒരു കുട്ടിക്ക് കേരളത്തിലെ 100%വും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ 15% സീറ്റുകൾക്ക് മാത്രമേ ഒരു കുട്ടിക്ക് അർഹതയുള്ളൂ. അതുകൊണ്ട് മുഴുവൻ സീറ്റുകൾക്കും അർഹതയുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. സാർ, അപ്പോൾ ഇത് എത്ര കോളേജുകളിലായിട്ടായിരിക്കും വിന്യസിച്ചിരിക്കുന്നത്? ഏതാണ്ട് 440ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ. അവിടുത്തെ എല്ലാം 15% സീറ്റുകൾക്ക് നമുക്ക് അർഹതയുണ്ട്. ഏതാണ്ട് 10,100ഓളം MBBS സീറ്റുകളാണ് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷ കൊടുക്കാനായിട്ടുള്ളത്. അതാണ് ഏതാണ്ട് 27,332 വരെ ഇപ്പം അലോട്ട്മെൻറ്റ് അവസാനിച്ചിരിക്കുന്നത്. സാർ, ഇപ്പോൾ എയിംസിനെ കുറിച്ച് വളരെ വ്യക്തമാക്കി തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ സാർ, അതുപോലെ തന്നെ മറ്റ് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട AFMC അതുപോലുള്ള ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ തന്നെയുള്ള MCC.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഉള്ളതാണ് ജിപ്മർ. 2 ജിപ്മർ കോളേജുകൾ എയിംസിൻ്റെ ഏതാണ്ട് അതേ നിലവാരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും റിസർച്ച് ഫെസിലിറ്റികളുള്ള നമ്മുടെ ഡീപ്നിയ സെലക്ട് ചെയ്ത ജിപ്മർ പോണ്ടിച്ചേരിയുടെ ക്യാമ്പസ്. ഒരു വിദ്യാർത്ഥി വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിവിശാലമായ ഒരു ക്യാമ്പസാണ് ജിപ്മർ പോണ്ടിച്ചേരി. അപ്പം ജിപ്മറിൻ്റെ 2 ക്യാമ്പസുകൾ, അതുപോലെ തന്നെ ESIയുടെ 19 കോളേജുകൾ, ESI IP വാർഡുകൾക്കൊക്കെ ആയിട്ടുള്ള 19 കോളേജുകൾ, AFMCയുടെ സീറ്റ്, ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റ്, ഇതെല്ലാമാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലുള്ളത്. അതിൽ ഓരോ കാറ്റഗറിയെക്കുറിച്ച് ഇപ്പോൾ ESI IP എന്താണ്, AFMCയിൽ എങ്ങനെയാണ് പ്രവേശനം നേടുന്നതൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ വിവിധ കാറ്റഗറികളെക്കുറിച്ച്, വിവിധ റിസർവേഷനെ കുറിച്ചാണ് ഒരു പൊതുവായ ധാരണ നമുക്കുണ്ടാവേണ്ടതെന്ന് മാത്രം. സാർ, ഇപ്പോൾ ഓൾ ഇന്ത്യയിലെ കാര്യമായിരുന്നു നമ്മൾ പങ്കുവെച്ചത്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് എത്താം. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഈ വർഷത്തെ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം അഡ്മിഷൻ ലഭിച്ചു, ഏതൊക്കെ കോളേജുകളാണുള്ളത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമുക്ക് പറഞ്ഞു, ഫെബ്രുവരി 1 നമ്മൾ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ പ്രത്യേകിച്ച് ഏത് സ്റ്റേറ്റിലോട്ടാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്, ഏത് കോഴ്സിനാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. മെയ് 3 ആ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അതിന് കൊടുക്കുന്ന കാറ്റഗറിയാണ് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
എന്നാൽ അതോടൊപ്പം തന്നെ ഏതാണ്ട് ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം തന്നെ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, കേരളത്തിൽ സെപ്പറേറ്റ് പരീക്ഷയുണ്ടോ? ഇല്ല, നീറ്റ് മാത്രമേ പരീക്ഷയുള്ളൂ. പക്ഷേ കേരളത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കേരളത്തിൻ്റെ കോളേജുകളിലൊരു പ്രവേശനം കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും നീറ്റ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും, കേരളീയരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുകയും ആവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഫെബ്രുവരിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നമുക്കറിയാം, നമ്മൾ കാറ്റഗറി ഒക്കെ പറഞ്ഞാൽ മതി, നമ്മൾ സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. കേരളത്തിൽ അങ്ങനെയല്ല. കീമിന് നമുക്കറിയാം ധാരാളം റിസർവേഷൻസ് ഉണ്ട്. EWSും OBCയും മൈനോറിറ്റിയും NRIയും അതുപോലെ തന്നെ അഗ്രികൾച്ചർ, രജിസ്റ്റേർഡ് ഫിഷർമാന് 30-35ഓളം റിസർവേഷൻസ് ഉണ്ട് കേരളത്തിൽ. അതിൻ്റെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ സർവീസ് ഇൻ ഡിഫൻസ്, അതുപോലെ തന്നെ യുദ്ധസമാന സാഹചര്യത്തിൽ ഏതെങ്കിലും ഭിന്നശേഷി വിഭാഗം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകൾ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം മാർക്ക് കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. തങ്ങൾക്ക് താല്പര്യമുള്ളൊരു കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ എന്താണെങ്കിലും ഈ 2026 തന്നെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒരു NRI സീറ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളിപ്പം മുതൽ തന്നെ വർക്കുകൾ തുടങ്ങണം. കാരണം ഇപ്പോൾ NRI സീറ്റിനുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. അച്ഛനും അമ്മയും വിദേശത്തല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ രക്തബന്ധത്തിലുള്ള ഒരാളാണ് തയ്യാറാക്കേണ്ടതെങ്കിൽ അത് കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ആലോചിക്കാം. കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് 21 കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ 14 ഗവൺമെൻറ് കോളേജുകളിൽ NRI സീറ്റ് ഇല്ല, പക്ഷേ 21 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI സീറ്റ് ഉണ്ട്. അവിടെ 22 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അപ്പോൾ മാർക്ക് അല്പം കുറയുന്ന സാഹചര്യത്തിൽ തങ്ങൾ താല്പര്യമുള്ളൊരു കോളേജ് കിട്ടുകയോ, അല്ലെങ്കിൽ മാർക്ക് തീർത്തും കുറഞ്ഞ സാഹചര്യത്തിൽ എന്താണെങ്കിലും ഒരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് NRI സീറ്റ് എടുക്കാനായിട്ട് സാധിക്കും സ്വകാര്യ മേഖലയിൽ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി മാർച്ചിൽ നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ NRIക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പ്രതിപാദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കുകയും സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയാക്കി വെക്കുകയും ചെയ്യണം. എല്ലാ റിസർവേഷനും, ബാക്കിയുള്ള റിസർവേഷനൊക്കെ ആണെങ്കിലും, ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിനാണെങ്കിൽ മൈനോറിറ്റി കോട്ടയുണ്ട്, മുസ്ലിം വിഭാഗത്തിന് മൈനോറിറ്റി കോട്ടയുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് മൈനോറിറ്റിയാണ് ഈ വർഷം ഏറ്റവും അധികം റാങ്കിന് വന്നിരിക്കുന്നത്. 15,800 കേരള റാങ്ക് വരെ മുസ്ലിം വിഭാഗത്തിന് മൈനോറിറ്റി വിഭാഗത്തിൽ സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് മൈനോറിറ്റി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. സാർ, ഇപ്പോൾ നമ്മുടെ കാറ്റഗറി വൈസ് ഉള്ള ഒരു കാര്യം മെൻഷൻ ചെയ്തു. അതെ, ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ പറഞ്ഞു ഈഴവ, മുസ്ലിം, ലാറ്റിൻ, കാത്തലിക്സ്, ബാക്ക്വേർഡ്, ഹിന്ദു എല്ലാം 27% ഒരുമിച്ചാണ് സംവരണം. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും കേരളത്തിലെ ജനസാന്ദ്രത അനുസരിച്ച്, കേരളത്തിലെ ആ ഓരോ കാസ്റ്റിലും എത്രത്തോളം അംഗങ്ങളുണ്ടെന്നനുസരിച്ചാണ് ഇവിടെ റിസർവേഷൻ അനുവദിച്ചിരിക്കുന്നത്. ഈഴവ വിഭാഗം 9%, മുസ്ലിം വിഭാഗം 8%, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗം 3%, ലാറ്റിൻ, കാത്തലിക്സ്, അങ്ങനെ ഓരോ കാറ്റഗറിക്കാണ് ഇവിടെ റിസർവേഷൻ അനുവദിച്ചിരിക്കുന്നത്. SC ST ഉൾപ്പെടെ SCക്ക് 8%, STക്ക് 2%, EWSന് 10% സീറ്റുകൾ. അങ്ങനെയാണ് ഇവിടെ റിസർവേഷൻ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് തീർന്നത് 900-നാണെന്നുണ്ടെങ്കിൽ അത് കേരള റാങ്കാണ്, കേരള റാങ്കിലോട്ട്. ഇനി നമുക്കത് മറ്റുള്ള വിഭാഗത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഈഴവ വിഭാഗം, മുസ്ലിം വിഭാഗമൊക്കെ വരുമ്പോഴേക്കും ഏതാണ്ട് 2,400 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ ഒരു കോളേജിൽ, ഗവൺമെൻറ് മേഖലയിൽ. അത് തന്നെ EWS കാറ്റഗറി വരുമ്പോഴേക്കും ഏതാണ്ട് 3,500 കേരള റാങ്ക് വരെയുള്ളവർക്ക്, 3,300, 3,400 റാങ്ക് വരെയുള്ളവർക്ക് EWS വെച്ചിട്ട് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. ഇനി SC ST വിഭാഗമൊക്കെയാണ്, SC വിഭാഗമാണെങ്കിൽ ഏതാണ്ട് 18,000 കേരള റാങ്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. ST വിഭാഗമാണെങ്കിൽ 29,000 കേരള റാങ്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലോട്ട് വരികയാണെങ്കിൽ ഏതാണ്ട് 11,600 ആണ്, 11,600 വരെയൊക്കെയാണ് ഇപ്പോൾ ഇത്തെ സ്ട്രേ വേക്കൻസിയിൽ പ്രവേശനം കിട്ടിയിരിക്കുന്നത് ജനറൽ വിഭാഗത്തിന്. കഴിഞ്ഞ വർഷം 10,100 റാങ്കിന് കേരള മെഡിക്കലിന് തീർന്നത്. ഇത്തവണ പുതിയ കോളേജ് വരികയും ഏതാണ്ട് 7ഓളം കോളേജുകളിൽ സീറ്റ് വർധനവ് നടപ്പാക്കുകയും ചെയ്തുകൊണ്ട് 11,600 വരെയുള്ളവർക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള വിഭാഗം വരുമ്പോഴേക്കും, ക്രിസ്ത്യൻ വിഭാഗം വരുമ്പോഴേക്കും ഏതാണ്ട് 12,500, 13,000 അടുത്ത് വരെ പ്രവേശനം കിട്ടിയിട്ടുള്ളൂ.
മുസ്ലിം മൈനോറിറ്റി വന്നപ്പോഴാണ് 15,892 15,892 വരെയുള്ളവർക്ക് ഇപ്പം ലാസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ പ്രവേശനം കിട്ടിയിരിക്കുന്നത്. NRI സീറ്റിന് അപേക്ഷിച്ചവരിൽ ഏതാണ്ട് 42,000 റാങ്ക് വരെയുള്ളവർക്കും ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 135 ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന മാർക്ക്, നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന പെർസെൻറ്റേജ് സ്കോറുള്ള മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കും കേരളത്തിലൊരു NRI സീറ്റ് ഏതെങ്കിലും ഒരു കോളേജിൽ NRI സീറ്റ് കിട്ടിയിട്ടുണ്ട്. 22 ലക്ഷം പെർ ഇയറിന് ഫീസ് കിട്ടിയിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ് വൈസും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെയും ഫീസ് സാറൊന്ന് ഏതാണ്ട് 24,000 രൂപയാണ് കേരളത്തിലെ MBBSൻ്റെ ഗവൺമെൻറ് കോളേജുകളിലെ 14 കോളേജുകളിലെ ഫീസ്. അപ്പുറത്ത് സ്വകാര്യ മേഖലയിൽ വരുമ്പോഴേക്കും 8.5 ലക്ഷം രൂപ 8.5 ലാക്സാണ് ഏതാണ്ട് ഒരു ഫീസെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു 2 ലക്ഷം രൂപ അഡീഷണലായിട്ട് നമുക്കവിടെ ചിലവുകൾ വരികയും ചെയ്യും. അതാണ് കേരളത്തിൻ്റെ ഒരു ഫീസ് ഘടന. സാർ, അതുപോലെ ഈ കാറ്റഗറി വൈസ് വരുമ്പോൾ ഇതിലെന്തെങ്കിലും കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഇപ്പം ഈഴവ വന്നു, അല്ലെ മുസ്ലിം വന്നു, ലാറ്റിൻ കാത്തലിക്സ് വന്നു, അല്ലെ വിശ്വകർമ്മ വന്നു എന്ന് വിചാരിച്ച് ഫീസിന് വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെയാണ് ഫീസ്. ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ 24,000 രൂപ, സ്വകാര്യ മേഖലയിലാണെങ്കിൽ 8.5 ലക്ഷം രൂപ. കാറ്റഗറിക്ക് അനുസരിച്ച് ഫീസിന് വ്യത്യാസം വന്നിട്ടില്ല. സാർ, ഇപ്പോൾ EWS ആണെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം? EWS ആണെങ്കിലും കേരളത്തിൽ ഏതാണ്ട് 19,000 കേരള മെഡിക്കൽ റാങ്കുള്ളവർക്ക് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. കേരള റാങ്ക് 19,000, പക്ഷേ ഫീസ് 8.5 ലക്ഷം തന്നെയാണ്. അതുകൊണ്ട് ഫീസിന് വ്യത്യാസമൊന്നുമില്ല, ഈ ഫീസ് തന്നെ കൊടുക്കണം. റിസർവേഷൻ ആ കാറ്റഗറിക്ക് അനുസരിച്ച് റിസർവേഷൻ കിട്ടുമെന്ന് മാത്രം. സാർ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ എല്ലായിടത്തും ഒരേ ഫീസ് തന്നെയാണെന്നുള്ളതാണ് അല്ലേ? അവിടെ കാറ്റഗറിക്ക് അനുസരിച്ച് വ്യത്യാസമില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഫീസ് ഇല്ലാതെ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് കേരളത്തിൽ. അപ്പം SC സമുദായം, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗം, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം, OEC വിഭാഗം, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി, ധീവര വിഭാഗം, രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾ, അങ്ങനെ ധാരാളം കാറ്റഗറിക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ ട്യൂഷൻ ഫീസിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ 24,000 കൊടുക്കേണ്ട, സ്വകാര്യ മേഖലയിലാണെങ്കിൽ 8.5 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളവർ കൊടുക്കേണ്ടത്. എന്നാൽ ഈ പറഞ്ഞ കാറ്റഗറി SC, ST, ധീവര, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾ, OEC വിഭാഗങ്ങളൊന്നും ഈ 8.5 ലക്ഷം രൂപ വാർഷിക ഫീസ് 1 രൂപ പോലും അടയ്ക്കേണ്ടതായിട്ടില്ല. ഓക്കെ സാർ, ഈ 8.5 ലക്ഷത്തിനുള്ളിൽ തന്നെയാണോ അത് കംപ്ലീറ്റ് ഫീസാണോ അതോ? അല്ല, ബാക്കിയുള്ള ചിലവുകൾ ഇപ്പോൾ 8.5 ലക്ഷം രൂപ അടയ്ക്കുന്നൊരു മറ്റുള്ളൊരു വിദ്യാർത്ഥി 2 ലക്ഷം രൂപ അഡീഷണൽ ചിലവ് വരുന്നുണ്ട്. ആ അഡീഷണൽ വരുന്ന ചിലവ് ഈ പറയുന്ന കാറ്റഗറിക്കും അടയ്ക്കേണ്ടതായിട്ട് വരും. ബാക്കിയുള്ള കുറേ ഗവൺമെൻറ് പിന്നെയും അത് റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ബാക്കിയുള്ള ഫീസുകൾ ആ കുട്ടി അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണെങ്കിലും പൂർണ്ണമായിട്ടും ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാർ, ഇപ്പോൾ നമ്മുടെ കാറ്റഗറി വൈസ് ഒക്കെ ഉള്ളൊരു ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മെൻഷൻ ചെയ്തു. സാർ, ഇപ്പോൾ BPL സ്കോളർഷിപ്പ് എത്തിയിട്ടുണ്ട്. ഒരു സാധാരണ ശരിക്കും ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ BPL സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ? ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന സ്കോളർഷിപ്പ്, BPL വിഭാഗത്തിന് പറയുന്ന സ്കോളർഷിപ്പ് ആ രീതിയിലാണ് നടപ്പിലാക്കുന്നതെങ്കിൽ പാവപ്പെട്ടവർക്ക് BPL വിഭാഗത്തിന് അത് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒന്ന്, 2016-17 കാലഘട്ടത്തിൽ BPLനെ നിർണ്ണയിക്കുന്നതിന് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇപ്പോഴും അത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ആദ്യം മുഴുവൻ ഫീസ് അടയ്ക്കുകയും 1 വർഷത്തിന് ശേഷം ഈ ഒരു കോളേജിൽ ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ച് അതിലേറ്റവും നല്ല റാങ്ക് ഉള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് പോലും ഒരു കോളേജിലും പ്രവേശനം നേടാനാവില്ല. കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ പ്രയോറിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അതിൻ്റെ അർഹതപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടിയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള വിഭാഗം അങ്ങനെയല്ല. OEC, SC, ST, ധീവര, രജിസ്റ്റേർഡ് ഫിഷർമാൻ കോളേജിൽ ചേരുമ്പോൾ പോലും ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. അവർക്ക് കോളേജിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കാണാം ഫീസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ BPL സ്കോളർഷിപ്പിന് ആ രീതിയിലല്ല ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും 10 ലക്ഷം രൂപ കൊടുത്ത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും BPL വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവരിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ളവരെ അവരുടെ NRIക്ക് 5 ലക്ഷം രൂപ ഓരോ കുട്ടികളുടെ നിന്ന് മേടിക്കുന്നുണ്ട് NRI സീറ്റിന്. അതൊരു ഫണ്ടായിട്ട് രൂപീകരിച്ച് ആ ഫണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് എത്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സാധിക്കുമോ അത്രയും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിലവിൽ ആ ഒരു സ്ട്രക്ചർ വന്നിരിക്കുന്നത്. പക്ഷേ അത് ഈ വർഷം ആദ്യമായിട്ടാണ് നടപ്പിലാക്കുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാകും, എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്വഭാവങ്ങൾ, എങ്ങനെയാണിത് തിരിച്ചറിയാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് വരാൻ പോകുന്ന സമയങ്ങളിൽ, അതായത് അടുത്ത വർഷം അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ
കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ചിത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു സാധനം ഉണ്ട്. BPL വിഭാഗത്തിലൊക്കെയുള്ള ആണെങ്കിലും ഫീസില്ലാതെ പഠിക്കാനുള്ളൊരു സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രമേ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സാർ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ 2025 മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഇല്ല, നമുക്കൊരു 10% മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ സ്പോർട്സ് കോട്ട എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, എവിടേക്കാണ് സീറ്റ് ഉള്ളത്, കഴിഞ്ഞ തവണ എത്ര മാർക്കുള്ളവർക്ക് കിട്ടി, മൈനോറിറ്റി സീറ്റുകൾ എന്താണ്, എന്ത് സർട്ടിഫിക്കറ്റാണ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത്, എക്സ് സർവീസ്മാൻ റിസർവേഷൻ എന്താണ്, NCCക്ക് കിട്ടുന്ന റിസർവേഷൻ എന്താണ്, BDSനും ആയുർവേദത്തിനും ഹോമിയോയും പഠിച്ചു കഴിഞ്ഞാൽ MBBSന് സീറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, കൃഷിക്കാരുടെ മക്കൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പുകൾ എന്താണ് സീറ്റ്, അതുപോലെ രജിസ്റ്റേർഡ് ഫിഷർമാൻ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. യെസ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനി 2026 നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ആയിട്ട് ശിവൻ സാറ് ഇനിയുള്ള എപ്പിസോഡുകളിൽ പങ്കുവയ്ക്കും. അതിനു മുൻപായി ഒരു നന്ദി പറയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡ് വരെ ഭാഗമായിരുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം സ്ട്രേ വേക്കൻസിയുടെ അവസാന അലോട്ട്മെൻറ്റും കൂടെ അറിയണം. അത് കാരണം അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കുന്ന സമയത്ത് കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബ്രില്യൻ യൂട്യൂബ് ചാനലിലെ ശിവൻ സാറിൻ്റെ വാക്കുകളെയാണ്. അപ്പോൾ കുറച്ച് പ്രേക്ഷകരൊക്കെ ഈ ലാസ്റ്റ്, അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ അവസാന സ്ട്രേ വേക്കൻസിയുടെ വീഡിയോയിലും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കമൻസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ബ്രില്യൻറ്റിൻ്റെ മാനേജ്മെൻറ്റാണ്. ഇപ്പം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് ബ്രില്യൻ മാനേജ്മെൻറ്റാണ്. അവരുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഞാൻ ഇപ്പോൾ 26 വർഷമായിട്ട് ബുള്ളറ്റിനൊപ്പമുണ്ട്. ഞാൻ 2000 ബുള്ളറ്റിനോട് ജോയിൻ ചെയ്യുമ്പോഴും എന്നെ അതിശയിപ്പിച്ച ഏറ്റവും വലിയ കാര്യം, അവർ തന്നെ അന്നൊക്കെ OMR അനുസരിച്ച് ഓരോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അയക്കുകയാണ്. അവർ തന്നെ ഇരുന്ന് ഓരോ വിദ്യാർത്ഥികളുടെയും ആപ്ലിക്കേഷൻ അയക്കുന്ന കാര്യത്തിലും അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന കാര്യത്തിലും, അതായത് ഒരു പരീക്ഷയ്ക്കായിട്ട് ഒരുക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ വന്ന് ചേരുന്നൊരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ, ഇപ്പോൾ എല്ലാവരും ഡോക്ടർ ആക്കണമെന്നോ എല്ലാവരും എൻജിനീയർ ആക്കണമെന്നോ എല്ലാവരെയും അവരുടെ സ്വപ്നത്തിനനുസരിച്ച് എത്തിക്കാൻ പറ്റുമെന്നല്ല, ഏതെങ്കിലും ഒരു മേഖലയിൽ അവരെ ഏറ്റവും സുരക്ഷിതരാക്കി എത്തിക്കുന്ന രീതിയിൽ എത്തിക്കുക എന്ന് പറയുന്നതിന് ഭയങ്കര പ്രാധാന്യമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ബ്രില്യൻറ്റും മാനേജ്മെൻറ്റും എനിക്ക് കാണിച്ചു തന്നത്. അപ്പം അവരുടെ ഇന്നും 2025 നവംബർ 16 അവരുടെ കാഴ്ചപ്പാടിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ ഇവിടെ പ്രവേശനം നേടുന്നൊരു വിദ്യാർത്ഥിക്ക് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ്, ഒരു കോളേജ്, ഒരു ഫീസ് ഘടന, ഒരു റിസർവേഷൻ, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് അവൻ്റെ കുടുംബത്തിന് ഉപകാരമാവുമെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്തു കൊടുക്കണം, അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതിന് നമ്മളൊരു ഭാഗമായി എന്ന് മാത്രം. ഇത് അവരുടെ കാഴ്ചപ്പാടാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇതെല്ലാം മാനേജ്മെൻറ്റാണ് നമുക്ക് മാർഗനിർദ്ദേശമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് വിദ്യാർത്ഥികൾക്കാണ് സാറേ ബ്രില്യൻറ്റിലൂടെ ഈ വർഷം മെഡിക്കൽ കോളേജുകളിൽ തീർച്ചയായിട്ടും. കാരണം ഇനി അവരെ കാണാനായിട്ട് നമ്മുടെ ഒരു യാത്രയുണ്ട്. കാരണം ഒരു കോളേജിലോട്ട് ചെല്ലുമ്പം നമ്മൾ ഇതുവരെ പഠിച്ചൊരു മേഖലയല്ല, തികച്ചും വിഭിന്നമായൊരു മേഖലയിലോട്ടാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഒരു പക്ഷേ രക്ഷിതാക്കളുടെയൊക്കെ ഒരു ചുറ്റുവട്ടത്തു നിന്നും അവരുടെ ഒരു എന്താ പറയുന്നത്, ഒരു കോഴിക്കുഞ്ഞ് അവരുടെ ചിറകിനടിയിൽ നിന്നും മാറുന്നെന്ന് പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും സ്വന്തമായിട്ട് കുറേയധികം നോകളൊക്കെ പറയേണ്ട സാഹചര്യവും ഒക്കെയാണ് ഇനി ഓരോ വിദ്യാർത്ഥിക്ക് മുമ്പിലുള്ളത്. അപ്പം ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവനവനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടും ഏറ്റവും നല്ല വ്യക്തികളായിട്ട് ഈ സമൂഹത്തിൽ വളരാനും വേണ്ട എല്ലാ ഘടകങ്ങളും ഏതൊരു കോഴ്സിനും ഏതൊരു കോളേജിലും ഉണ്ട്, ഏതൊരു UG പ്രോഗ്രാമിനും ഉണ്ട്. അതനുസരിച്ച് കാലത്തിനനുസരിച്ച് ഏറ്റവും നല്ല വ്യക്തികളായിട്ട് മാറുക എന്നുള്ളതിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. ഞങ്ങളുടെ പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ 2025 മെഡിക്കൽ പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു വലിയ ആശംസ നേരുകയാണ്. അതുപോലെ തന്നെ 2026 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക കൂടിയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.